പെണ്ണെ കൽബിലെ തേനെ ചുണ്ടരി പൂവേ മൈലാഞ്ചി മൊഞ്ചുള്ള പെണ്ണെ റംഗേറും ബീവി ചുങ്കേറും നാരി കാലോത്തരാവിൽ പൂക്കും പൂവേ ഓ സത്തായ മാരൻ ആഘോഷത്തേരിൽ ഇത്തിടും കിസ്സും പാട്ടും മൂളി മാരൻ ഇവളോ മാതക മലര ചൂരണ മധുവിതുരാവ മാരന കൂറി മാരി വിറാണി പോരിശയാലി കതിരുടെ ചിതറവെ മൈലാഞ്ചി മുഞ്ച് മൈലാഞ്ചി മുഞ്ച് മൈലാഞ്ചി മുഞ്ച് ചുണ്ടരി പൂവേ മൈലാഞ്ചി മൊഞ്ചുള്ള പെണ്ണെ കൽബിലെ തേനെ ചുണ്ടരി പൂവേ മൈലാഞ്ചി മൊഞ്ചുള്ള പെണ്ണെ വസന്തം വെഡിംഗ് കാസിൽ മൈലാഞ്ചി മുഞ്ചിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ஃபாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா ஃபாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா அந்த பாதையிலே வந்த பெண்ணே நீ சொல்லவா ஃபாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா அந்த பாதையிலே வந்த பெண்ணே நீ சொல்லவா தெரியுமா ஃபாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா அந்த பாதையிலே வந்த பெண்ணே நீ சொல்லவா ஃபாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா ஃபாத்திமா வாழ்ந்த முறை உனக்கு தெரியுமா அந்த பாதையிலே வந்த பெண்ணே நீ சொல்லவா. ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്നത്തെ ദിവസം എലിമിനേഷൻ നടക്കാൻ പോവാണ്. എലിമിനേഷൻ പ്രോസസ്സ് തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ മൈലാഞ്ചി മുഞ്ചിൽ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ എങ്ങനെയാണ് ഫാദർ വിലയിരുത്തുന്നത്? എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കത്തികളുമാണ്. പക്ഷെ ഇതൊരു മത്സരമാകുമ്പം അറിയാമല്ലോ, മത്സരത്തിൻ്റെതായ
നിബന്ധനകളുണ്ട്. അപ്പോൾ അതിൻ്റെതായ എന്താ പറയുക, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെയുള്ള എല്ലാ കലാകാരന്മാരും മികവുറ്റ കലാകാരന്മാരാണ്, നമ്മുടെ എല്ലാ മക്കളും. അപ്പോൾ അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു ഫാദർ. അൽഹംദുലില്ലാ. അതെ. അപ്പൊ നമുക്ക് ഇവിടെ 12 ടീം ലീഡേഴ്സ് ഉണ്ട്. നമ്മുടെ 12 ടീമാണുള്ളത്. അതിൽ 12 ടീം ലീഡേഴ്സ് ഇവിടെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആ 12 പേരെയും വളരെ സ്നേഹത്തോടെ ഞാൻ മൈലാഞ്ചി മൊഞ്ചിന്റെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാണ്. പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. രഹ്നത്ത, എന്താണ് നമ്മുടെ ഈ ഒരു യാത്രയെ കുറിച്ച് പറയാനുള്ളത്? 12 ടീമും ഒട്ടും മോശമൊന്നുമല്ല. എല്ലാവരും സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഓരോരുത്തരുടെ മുഖം കാണുന്നുണ്ടൊക്കെ ടെൻഷനിലാണ്. ആര് ഇന്നാവും ആര് ഔട്ടാവും. അപ്പോൾ കൂടുതലും നമ്മൾ സംസാരിച്ചിട്ടും അവർ വിഷമിപ്പിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. ഇത് കോമ്പറ്റീഷൻ തന്നെയാണ്. എത്ര അവരോട് നമ്മളൊരു കോമ്പറ്റീഷൻ നിങ്ങൾ ആ ഒരു സ്പിരിറ്റിൽ കാണുമെന്ന് പറഞ്ഞാലും അവരെടുത്ത എഫേർട്ട്, അവരെടുത്ത സ്ട്രെയിൻ ഒക്കെ അതിൻ്റെ പിന്നിലുണ്ട്. എന്നാലും വീണ്ടും ഞാൻ പറയുന്ന ഒരു കോമ്പറ്റീഷൻ എന്ന നിലയ്ക്ക് തന്നെ കാണുക. അപ്പോ രഹ്നത്ത, നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പോൾ നമ്മുടെ 12 ടീം ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. അതിൽ ഞാൻ ആദ്യം വിളിക്കാൻ പോകുന്നത് ടീം സഫറിൽ നിന്നും കീർത്തനയാണ്. കീർത്തന, എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൈലാഞ്ചി മൊഞ്ചിലൊരു യാത്ര? വളരെ നല്ലതായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഫ്ലവേഴ്സ് എന്നുള്ള ഒരു ചാനൽ ഇങ്ങനെ എത്തുന്നു. അപ്പം അതിന് എന്നെ ഹെൽപ്പ് ചെയ്ത ഷനൂബ് സാറിനും അതുപോലെ തന്നെ നരിക്കുനി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ആ കുട്ടികളാണ് എൻ്റെ ടീമിലുള്ളത്. നമ്മൾ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന്. അപ്പം വളരെ സന്തോഷമുണ്ട് ഇവിടെ കമ്മിറ്റിയിൽ. ഇത്ര ടെൻസ്ഡ് ആണോ? കുറച്ച്. ഓക്കെ, രഹ്നത്ത, ടീം സഫറിനെ പറ്റി എന്താണ്? ആ പറഞ്ഞതിനോട് ഒരുപാട് യോജിക്കുന്നു കേട്ടോ. കാരണം അവരുടെ ആ എല്ലാ പെർഫോമൻസും നമ്മൾ ഇപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അവർ ചെയ്ത കോമഡി അടക്കം അവർ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് അവർ ആ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും. അവരുടെ ട്രഡീഷണലാവട്ടെ, എനിക്ക് തോന്നുന്നു ആ ടീമിൻ്റെ ഒരു ഐക്യം ആ കുട്ടികളിൽ എല്ലാവരിലും ഉണ്ട്. കീർത്തന, വാട്ട് യു ഫീൽ നൗ? ഇന്നായാലും ഔട്ടായാലും ഒരുപോലെ ഫേസ് ചെയ്യും. ഇന്നായാലും ഞാൻ അടുത്ത റൗണ്ടിലേക്ക് ഇതിലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ നോക്കും. ഔട്ടായാലും അതും അതേ ഒരു സെൻസിൽ തന്നെ കണ്ടിടും. കീർത്തന, അത് പറയുമ്പോഴേക്കും കണ്ണൊക്കെ നിറഞ്ഞ് തുളുമ്പി. കാരണം നമ്മൾ ഒരിക്കലും ഒരു വേദിയും നമ്മുടെ ലാസ്റ്റ് ചാൻസ് അല്ല, അല്ലേ കീർത്തന? ഈ സമയം ചിലപ്പം എന്താ നമുക്ക് സംഭവിക്കുന്ന അറിയില്ലല്ലോ അല്ലേ. കീർത്തനയുടെ കൂടെയാണോ, അതിനി നമുക്ക് കുറച്ച് വലിച്ചു നീട്ടാണ്ട് അനുസരിക്കൊന്ന് പറഞ്ഞൂടെ? ഓക്കെ, ഞാൻ പറയാല്ലേ കീർത്തന. കീർത്തന അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, വെറുതെ പാവം അവളങ്ങനെ കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പോൾ കീർത്തനന്റെ ടീം സഫർ ലീഡറായിട്ടുള്ള കീർത്തന, യുവർ ടീം ഇസ് ഇൻ. സഫർ ഇന്നാണ്. സ്പീഡിൽ അങ്ങ് പറഞ്ഞു. അവൾ എന്താ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നില്ല. പെട്ടെന്ന് ഷോക്കായി. എന്താ പറഞ്ഞേ അല്ലേ? കേട്ടില്ല, ഒന്നും പറഞ്ഞത് ഒന്നും കേട്ടില്ല അല്ലേ? അപ്പൊ എവിടെ ആയിരുന്നു? വേറെ ലോകത്തായിരുന്നു അല്ലേ? എന്തായിരുന്നു മനസ്സിൽ? ഇന്നാവും തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ കീർത്തന ഹാപ്പിയാണ്? കീർത്തനന്റെ ഹോൾ ടീം ഹാപ്പിയാണ്? ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ടീം സഫറാണ് ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഈ കോമ്പറ്റീഷനിൽ ടോപ്പ് സ്കോർ ചെയ്തിരിക്കുന്നത് ടീം സഫറാണ്. ഇനി 11 ടീം ലീഡേഴ്സ് ഉണ്ട്. ആരെ വിളിക്കണം? ഇല്യാസ്, ടീം കിസ്മത്ത്. ഇല്യാസ് ഭയങ്കര നെർവസ് ആയിട്ടാണ് നിൽക്കണത്. ഉണ്ടോ? ചെറിയ നെർവസ്നെസ് ഉണ്ടോ? ഉണ്ട് അല്ലേ? എന്താണ് അപ്പോൾ ടീം കിസ്മത്തിന്റെ ലീഡറായിട്ടുള്ള ഇല്യാസിന് പറയാനുള്ളത് മൈലാഞ്ചി മൊഞ്ചിനെ പറ്റി? എന്താ പറയണ്ടെന്ന് അറിയില്ല. ഫാദർ,
ആൾക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ടെൻഷനൊന്നുമില്ല, ഇല്ല. ഓ താങ്ക്. ചെറുതായിട്ട് ടെൻഷനൊന്നുമില്ല, ചെറുതായിട്ട്. ഇല്യാസിന് എന്താ തോന്നുന്നത്? ഇന്നായിരിക്കോ ഔട്ടായിരിക്കോ? ഇല്യാസിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്തായിരിക്കും? പിന്നെ പറയേണ്ടത് ജഡ്ജ്മെന്റ് ആണ്. അല്ല, ജഡ്ജ്മെന്റ് ഇതാ എന്റെ കയ്യിലുണ്ട്. എനിക്ക് താല്പര്യം വീണ്ടും തുടരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടക്കും തോന്നുന്നില്ല. അതെന്താ ഇലിയാസ് അങ്ങനെ ഒരു എന്താ പറഞ്ഞ ഒരു ഇലിയാസ് തന്നെ അങ്ങനെ പറയാൻ കാരണം എന്താ? കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പാർട്ടിസിപ്പൻറ്റിൽ കിട്ടുന്നില്ല. നിങ്ങൾക്ക് ടീമിൽ നിന്ന് ആളുകൾ ഇടയ്ക്കിടയ്ക്ക് കൊഴി. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ കോർഡിനേഷൻ തന്നെയായിരുന്നു. അപ്പോൾ ഇല്യാസ് പറയട്ടെ? പറഞ്ഞോളൂ. സോ അൺഫോർച്ചുനേറ്റ്ലി ഈ യാത്രയിൽ ഇനി ടീം കിസ്മത്ത് ഉണ്ടാവില്ല. ഇല്യാസിന് ഇപ്പൊ എന്താ തോന്നുന്നത്? എനിക്കറിയില്ല. കുഴപ്പമില്ല, ഇനിയും ബെറ്റർ ചാൻസസ് വരട്ടെ. ആ സമയത്ത് ഹാർഡ് വർക്ക് ചെയ്യണം. ഇതുപോലെ വേറെ കോർഡിനേഷൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ ഇന്നുണ്ടായ പ്രശ്നങ്ങൾ ഒന്നും അന്നുണ്ടാവാൻ പാടില്ല, അല്ലേ? അപ്പം ഇത് ശരിക്കും ഒരു പാഠമാണ്, അല്ലേ? തീർച്ചയായും. അപ്പം ഇല്യാസ് നല്ലൊരു സിംഗറാണ്. താങ്ക് യു. ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് 2 വരി പാട്ട്. ऐसा लहरा है तू रूबरू आ गई, ऐसा लहरा है तू रूबरू आ गई, धड़कने बेतहाशा तड़पने लगी, धड़कने बेतहाशा तड़पने लगी, तीर ऐसा लगा दर्द ऐसा लगा, तीर ऐसा लगा दर्द ऐसा लगा, चोट दिल पे वकाई मजा आ गया, मेरे रिश्ते कमर तूने पहली नजर जब नजर से मिलाई मजा आ गया, मेरे रिश्ते कमर तूने पहली नजर जब नजर से मिलाई मजा आ गया, मेरे रिश्ते कमर तूने पहली नजर जब नजर से मिलाई मजा आ गया, जब किसी से न जाए मजा आ गया, बरकिसी गिर गई काम ही गिर गई, बरकिसी गिर गई काम ही गिर गई, आग ऐसे लगाए मजा आ गया, मेरे रिश्ते कमर तूने पहली नजर जब नजर से मिलाए मजा आ गया. ഇല്യാസ് തകർത്തു, ഒന്നും പറയാനില്ല. നോ വേർഡ്സ്. യു ആർ സച്ച് എ വണ്ടർഫുൾ സിംഗർ. ഇനിയും ഒരുപാട് ബെസ്റ്റ് ഓപ്ഷൻസ് തന്നെ ഇല്യാസിന്റെ മുന്നിൽ വരട്ടെ. ഇല്യാസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് മൈലാഞ്ചി മൊഞ്ചിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. तड़पने लगी, धड़कने बेतहाशा. And next is team Ishani. Ashwati, what do you feel now? ലവേഴ്സിൽ വരാൻ പറ്റിയത് പറയുന്നത് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. എന്താണ്, ഞാൻ എല്ലാവരെയും എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും എനിക്ക് താങ്ക് പറഞ്ഞ് തന്നെ വേണം. എൻ്റെ സാറിനെ, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്. അശ്വതി, ഞാനിവിടെ എലിമിനേറ്റഡ് ആയി എന്ന് പറഞ്ഞോ? ഔട്ടായി എന്ന് പറഞ്ഞോ? എന്തിനെങ്ങനെ സങ്കടപ്പെടണേ? സങ്കടമൊന്നുമില്ല. ആ, അപ്പൊ നമുക്ക് നമ്മുടെ ജഡ്ജിന്റെ അടുത്ത് ചോദിക്കാം. ഹബീബ് മാഷേ, ഇപ്പോ എന്താണ് മനസ്സിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ ഔട്ടാവുകയാണെങ്കിൽ എന്ത് പറയും നമ്മള്? അതും സന്തോഷത്തിൽ തന്നെ
സന്തോഷത്തിൽ തന്നെയാണ്. എന്നാലും തുറന്നു പറയാം, വിഷമൊട്ടുമില്ല. വിഷമം അങ്ങനെ പറയാന്ന് വെച്ചാ ഇത്രയും വലിയ ഫ്ലോർ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം തന്നെയല്ലേ. തീർച്ചയായിട്ടും അതിൽ പ്രൗഡ് ആവണം. അതിന്റെ പ്രൗഢം തന്നെയാണ്. പിന്നെ നമ്മുടെ ഇതിൽ ജയിക്കാൻ വന്ന ഫ്രണ്ട്സ്, അവർ ജയിക്കുന്ന നമ്മുടെ സന്തോഷം തന്നെയല്ലേ. ഓക്കെ ഓക്കെ, അത് നല്ലൊരു മനസ്സാണ്. ആരെങ്കിലും തോൽക്കുമ്പോഴേ മറ്റുള്ളവർ ജയിക്കുള്ളൂ അല്ല. അപ്പോൾ അശ്വതി, ഞാൻ റിസൾട്ട് പറഞ്ഞോട്ടെ. എന്താണെങ്കിലും അത് നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അശ്വതി. ഓഫ് കോഴ്സ്. അപ്പോൾ അശ്വതി, യുവർ ടീം ഇഷാനി ഈസ് ഫോർച്ചുനേറ്റ്ലി ഔട്ട്. So next is Team Ghazal, മിനുഷ. നിഷ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം. രഹനത്ത, നമ്മുടെ ടീം ഗസൽ എപ്പോഴും എങ്ങനെയായിരുന്നു പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ സ്റ്റേജിൽ? നല്ലൊരു ടീമായിരുന്നു. താങ്ക് യു. അപ്പോൾ എന്താണ് തോന്നുന്നത്, ഈ ഒരു യാത്രയിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റും എന്നാണോ, അതോ? അറിയില്ല. ഓ, പറയട്ടെ. വന്നേ, സാരല്ല, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഔട്ടാണ് ഗസൽ, ഔട്ടാണ്. അല്ലേ? കുഴപ്പമില്ല. നമ്മൾ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല ഇങ്ങനെ ഒരു ചാനലിൽ ഇത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോയിൽ വരാൻ പറ്റുക എന്നുള്ളത്. ഏതായാലും ഞങ്ങളുടെ ടീമിന് സാധിച്ചു. അതിനോട് ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ ഒരുപാട് പേരോട് താങ്ക്സ് പറയാനുണ്ട്. പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഓരോരുത്തരൊക്കെ വിട്ടുപോകും, അപ്പോൾ അത് വിഷമാവും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഉണ്ട്. വെരി വെരി ഹാപ്പി ആൻഡ് വെരി വെരി പ്രൗഡ് ഓഫ് യു. So the next is Jashma from Team Jannat. സുഖാണോ? ഭയങ്കര സുഖമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ജഷ്മ നമ്മുടെ ഈ ഒരു മൈലാഞ്ചി മുഞ്ചിന്റെ ഒരു യാത്ര? നല്ല രീതിയിൽ പോയി ഇതുവരെ. അതിന് ദൈവത്തോട് ആദ്യം നന്ദി പറയണം. മൈലാഞ്ചി മുഞ്ചിൽ ഇനി തുടരാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? നമ്മളെക്കാൾ യോഗ്യതയുള്ളവർ ഉണ്ട്, അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി നമ്മൾ വഴിമാറി കൊടുക്കണു. അത്ര നല്ലൊരു സ്പിരിറ്റ്. ഇനി മുമ്പോട്ട് നമുക്ക് ഇനിയും പിന്നാണെങ്കിലോ ആണെങ്കിൽ ഇതിലും നല്ല പെർഫോമൻസ് തരാൻ ഞങ്ങൾ ശ്രമിക്കും. സാരമില്ല, വിഷമിക്കണ്ട, കുഴപ്പമില്ലല്ലോ. സാരമില്ല, ഞാൻ പതുക്കെ പറയാം. ജഷ്മ, ഡോണ്ട് ബി ടെൻസ്ഡ്. ഈ ലാഷൊക്കെ പടർന്ന് താഴെ വീഴും. ഇല്ല, ഓക്കെ. എന്താ പറഞ്ഞ പറ. ഇന്നാണ് ടീം ജന്നത്ത് ഈസ് ഇൻ. അപ്പോൾ തുടർന്നുള്ള മൈലാഞ്ചി മുഞ്ചിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ടീം ജന്നത്ത് ഉണ്ടാവും നമ്മുടെ കൂടെ. ജഷ്മ, ആർ യു ഹാപ്പി? ഹാപ്പി. ജന്നത്ത് ടീം ഹാപ്പിയാണോ? Next is Team Marjan, Umma Kulsu.
എന്താ ഇപ്പൊ തോന്നുന്നു മുകുൽസുന്? ഇത്രയും വരെ എത്താൻ കഴിയുമെന്ന് പോലെ അറിയില്ലായിരുന്നു. എനിക്ക് ഒരു ടീം ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഓരോ തവണ ഓരോ കുട്ടികൾ വന്നിട്ട്, അതുമല്ല പ്രാക്ടീസ് ആണെങ്കിൽ തന്നെ ഒരുമിച്ച് പഠിക്കുന്ന സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എല്ലാവരും തനിയെ വീട്ടിൽ ചെന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടാണ് ശരിയാക്കുന്നത്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ടീമിന്. മുകുൽസുന് എന്താ തോന്നുന്നേ? എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു ഫ്ലോറ് കിട്ടിയത്. എനിക്ക് അത്ര ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ഇവിടെ വന്നത് തന്നെ. മുകുൽസു എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇന്നാവുന്നാണോ അതോ ഔട്ടാവുന്നാണോ? അറിയില്ല. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് മുകുൽസു ആണോ ഇതിൻ്റെ മിക്ക സംഗതിക്കും കൊറിയോഗ്രാഫി ചെയ്ത മോളാണോ? അതെ, ആണ്. അപ്പോൾ ഷെഡ്യൂളിൽ 3 ഡാൻസ് പെർഫോമൻസ് ഞാൻ ചെയ്തതാ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് മഹേഷ് സാർ ചെയ്തു തന്നു. പക്ഷെ ഒരു സിംഹഭാഗം മോള് തന്നെയാണ് ഹാൻഡിൽ ചെയ്ത് പോയത്. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ കുട്ടി? ആ, 11 വർഷം ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി അൻസിബ പറയും. മുകുൽസ് ഇങ്ങോട്ട് വന്ന്. മുകുൽസ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കുട്ടികളെ കണ്ടെത്തിയത്, അവരെ പഠിപ്പിച്ചു. ഈ ഫ്ലോറിൽ അവരെ കൊണ്ട് മാക്സിമം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു, അവരെ കൊണ്ട് കളിപ്പിക്കാൻ ശ്രമിച്ചു അല്ലേ? മുകുൽസുവിൻ്റെ ഒരു മാക്സിമം എഫേർട്ട് എടുത്ത് നമുക്ക് എല്ലാവർക്കും പേഴ്സണലി അറിയാം അല്ലേ? നമ്മളെപ്പോഴും ഇവിടെ വരുമ്പോൾ കാണുന്നതിന് മുകുൽസു എല്ലാ സമയത്തും അല്ലെങ്കിൽ എല്ലാ സെഗ്മെൻറ്റിലും പറയാറുള്ള മുകുൽസുവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, എനിക്ക് എൻ്റെ മെമ്പേഴ്സ് ഇല്ല, പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം എന്തായാലും അതെല്ലാം ഓവർകം ചെയ്തു ഇന്നിപ്പോൾ ഈ വേദിയിൽ ഈ ഒരു എലിമിനേഷൻ റൗണ്ട് വരെ എത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അല്ലേ മുകുൽസു? ഈ മർജാൻ ഇനി നമ്മുടെ കൂടെ ഈ യാത്രയിലില്ല. മുകുൽസുന് എന്താണ് പറയാനുള്ളത് നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത്? അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമേ ഇവിടെ എത്തിയത്. പിന്നെ എൻ്റെ ഉമ്മ പറയാതിരിക്കാൻ പറ്റില്ല, കൊണ്ടുവന്നു. Munawar from Team Mohabbat. Munawar, how do you feel now? ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളെപ്പോലത്തെ ചെറിയ ചെറിയ കലാകാരന്മാർ ഇങ്ങനെ ഇപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൈലാഞ്ചി മൊഞ്ചിന് മുന്നേയും അതിന് ശേഷമുള്ള മുനവറും അല്ലെങ്കിൽ മുനവറിൻ്റെ ടീമും എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഡാൻസ് കളിക്കുന്ന പിള്ളേരാണെങ്കിൽ പുറത്ത് ഷോക്കൊക്കെ പോകുന്ന കുട്ടികളാണ്. ഇപ്പോൾ ഈ ഫ്ലോറിൽ വന്നതിന് ശേഷം ഒരുപാട് നല്ല ചാൻസുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് മുനവർ പ്രതീക്ഷിക്കുന്നത്? ഇന്നാവുന്നതാണോ ഔട്ടാവുന്നതാണോ? എന്തായാലും കുഴപ്പമില്ല. മുനവർ ഇവിടെ നമ്മുടെ ഫ്ലോറിൽ ഒരുപാട് സംസാരിക്കുന്ന അല്ലേ, അത്യാവശ്യം ഇമോഷൻസ് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മള് രേനത്തായിട്ട് ഇടയ്ക്ക് ഇടിയൊക്കെ ഉണ്ടാക്കും അല്ലേ രേനത്ത? മുനവറിന് ഔട്ടായ ഒരു പ്രശ്നമില്ല. അങ്ങനെ പറയരുത്. എങ്ങനെ പറയണം? അങ്ങനെയൊന്നുമില്ല. ചിലവരോട് നമുക്ക് ഇഷ്ടം കൂടുമ്പോൾ നമുക്ക് തല്ലു പിടിക്കാൻ തോന്നും. ഞാനും മുന്നോറും തമ്മിൽ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കണത് തുടക്കം മുതലേ അല്ലേ. എന്താ രനത്താന്ന് പറഞ്ഞ തോണ്ടിയിടാന്ന് പറയില്ല, അങ്ങനത്തെ പണി മുനവറുടെ കയ്യിൽ നിന്നുണ്ട്. അപ്പൊ ഞാനും അതങ്ങ് വിട്ടുകൊടുക്കൂല. ഞാനും അങ്ങനെ ഒരു ഇത്തയല്ലേ, അപ്പൊ ഞാനും അങ്ങനെ തന്നെ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കും, അതേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇവിടെ അങ്ങനെയല്ലല്ലോ മുനവറെ. ഇവിടെ നമുക്ക് ഇന്നും ഔട്ടുണ്ട്. എന്തായിരിക്കും ഔട്ടായാലുള്ള അവസ്ഥ?
ഔട്ടാണെങ്കിൽ ഔട്ടാവും. ഔട്ടാവും. ഇൻഷാല്ലാ വേറെ ചാൻസ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പെർഫോം ചെയ്യും. ഷുവർ. എന്തായാലും ഹൻസിബ ഇപ്പൊ റിസൾട്ട് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ആലോചിക്കാൻ തന്നെ വേണം എനിക്ക്. സീരിയസ് ആയിട്ടാണോ? എന്നെ എത്രയും മനസ്സിലാക്കിയിട്ട് അച്ഛന് മനസ്സിലായിട്ടില്ല ഞാൻ സീരിയസ് ആണെന്നുള്ളത്. അല്ല, റിസൾട്ട് ഹോൾഡ് ചെയ്യാൻ പറയാൻ അറിയാം. ഞാൻ കാര്യമായിട്ടാ പറഞ്ഞേ, ഇപ്പൊ പറയില്ല. മുനവറെ ഇത്രയും കണിശമായിട്ട് രഹനത്തെ പറയാൻ എന്തോ ഒരു റീസൺ ഉണ്ടല്ലോ. അല്ല, അത് ഹബീബ് മാഷിനെ അറിയില്ലേ? അന്ന് ഹബീബ് മാഷ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ട്, പക്ഷെ എന്നാലും രഹനത്താന്റെ മനസ്സിനകത്ത് ഭയങ്കരമായിട്ട് എന്തോ പിന്നെ തീർച്ചയായിട്ടും ഫീൽ ചെയ്യില്ലേ? റിസൾട്ട് വരെ അതവിടെ. എന്നോട് അതിന്റെ ശേഷം അതിനകത്ത് എന്താന്ന് പോലും ചോദിച്ചിട്ടില്ല. ആ, വേറെ എല്ലാ കുട്ടികളും ദേ കിരണൊക്കെ നോക്ക്, എല്ലാരും ചിരിക്കെങ്കിലും ചെയ്യും അല്ലെ? കാണുമ്പോ ചിരിക്കുക പോലും ചെയ്യില്ല മുനവർ. അപ്പൊ അവിടെ നിക്കട്ടെ, പറയാം അല്ലേ രഹനത്ത? ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ അല്ലേ മുനവർ? അപ്പൊ നമുക്ക് അടുത്ത ടീം ശ്രുതി ഫ്രം ടീം കമർ. ശ്രുതി ഇന്നാവുന്നാണോ തോന്നുന്നത്, ഔട്ട് ആവുന്നാണോ തോന്നുന്നത്? അറിയില്ല, ഒന്നും അറിയില്ല. ഇല്ല, എല്ലാം ദൈവത്തിന്റെ കയ്യില്. അങ്ങനെയല്ല, ജഡ്ജ്മെന്റ് എന്താ നമുക്ക് ജഡ്ജ്മെന്റ് പിന്നെ ദൈവത്തിന്റെ കയ്യിൽ. എല്ലാതാ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്, ഈ ഒരു അൻസിബയുടെ കയ്യില് അല്ല, ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. ഇത് ഈ കാർഡിൽ ഇങ്ങനെ കിടക്കാണ്. പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ, പറഞ്ഞോളൂന്നേ. അത് ചിലപ്പോ ഒന്ന് പോസിറ്റീവ് ആവാം, ഒന്ന് നെഗറ്റീവ് ആവാം, ചിലപ്പോ രണ്ടും നെഗറ്റീവ് ആവാം, പറയാൻ പറ്റില്ല. രണ്ടും പോസിറ്റീവ് ആവാൻ എന്തായാലും ചാൻസ് ഇല്ലല്ലോ, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യില്ലല്ലോ. ഇതിപ്പോ ഒരാളെ സന്തോഷപ്പെടുത്തി ഒരാളെ ഞാൻ എങ്ങനെ വിഷമിപ്പിക്കും? എനിക്ക് രണ്ടുപേരും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. മുനവറിനെ രഹനത്തനെ എന്നെ ഒന്നും ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് മുനവറിനെ ഇഷ്ടമാണ് അല്ലേ? അതുപോലെ ശ്രുതി ഒരു വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഡാൻസേഴ്സ് എന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയും നല്ലൊരു ഡാൻസറാണ്, ഡാൻസ് ടീച്ചറാണ്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ശ്രുതിയുടെ ഒരു ടീം ഔട്ടാവുകയാണെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സ്റ്റുഡൻസും പാരൻസും ഒക്കെ നമ്മളെ ബ്ലെയിം ചെയ്യും. കാരണം ഇത്രയും നല്ലൊരു ഡാൻസർ ആയിട്ടുള്ള ആളുടെ ടീം എങ്ങനെ ഔട്ടായി എന്നുള്ളത്. സോ എന്തായാലും ഒരാൾ ഔട്ടാവും, ഒരാൾ ഇന്നാണ്. ഡെഫിനറ്റ്ലി ആരാണ് ഇന്നാവുന്നതെന്ന് ഞാൻ പറയാം. സോ എന്തായാലും ഒരാൾ ഔട്ടാവും, ഒരാൾ ഇന്നാണ്. ഡെഫിനറ്റ്ലി ആരാണ് ഇന്നാവുന്നതെന്ന് ഞാൻ പറയാം. ശ്രുതി ടീച്ചർ is in, team cover is in. ഒരു പാട്ട് പാടിത്തരുമോ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്ലീസ്?
മുനവറിന്റെ അവസാനമായിട്ട് പാടി. അതെ ആ, അതാണ് ഒരുപാട് ടെൻഷനാക്കി. അവളൊന്നും അറിയാതെ പാവം അൻസിബാട്ടോ, പാവാണ്. അപ്പൊ രഹനത്ത് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന നല്ലത്. തരട്ടെ? എല്ലാം മറന്നേക്കൂട്ടാ. ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻ മുനവറിന്റെ മുഖത്ത് ഇപ്പോഴാണ് ഒരു മൊഞ്ച് പൂത്ത്. അവന്റെ മുഖം ചുമന്ന് നോക്കി. മുനവർ ഇപ്പോഴാണ് അയ്യോ, ഇത്ര കുഞ്ഞു കുട്ടിയാണോ മുനവർ? നമ്മളിങ്ങനെ പറഞ്ഞപ്പോഴേക്കും മുനവറിന് എനിക്ക് തോന്നിയൊരു കാര്യം അറിയാം, മുനവർ വളരെ എന്താണ് പച്ചയായ മനുഷ്യന്, ഭയങ്കര ഇന്നസെൻസ് ഉള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അവന്റെ ആ സഡൻ റിഫ്ലെക്സ് ആക്ഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുകൊണ്ടാണ് ആൾക്ക് മനസ്സിൽ വെച്ചൊന്നും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആളാണ്. അതെ. എന്തായാലും മുനവറിന്റെ ടീം മൊഹബത്തും നമ്മുടെ ശ്രുതി ടീച്ചറുടെ ടീം ഖമറും ഇന്നാണ്. അപ്പോ രണ്ടുപേർക്കും ഇനി സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, കപ്പടിക്കണ്ടേ? അപ്പൊ കപ്പടിക്കാൻ റെഡി ആയിട്ട് രണ്ടുപേരും അവിടെ പോയിരിക്കുക. നമുക്ക് ബാക്കിയുള്ള ടീമിന്റെ അനൗൺസ്മെന്റ് അറിയാം. താങ്ക് യു. അപ്പൊ ഞാൻ അടുത്ത ടീം വിളിക്കട്ടെ. ടീം തഷ്രീഫ്, അരീജ്. എന്ത് പറ്റി? നടക്കുന്ന ടൈമില് ഒരു ടെൻഡൻസി പെട്ടെന്ന് എന്താണെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞൂടെ എന്നുള്ള അല്ലേ? പെട്ടെന്ന് പറയണോ? പെട്ടെന്ന് പറയാം. ഹബീബ് മാഷെ, ടീം തഷ്രീഫിന്റെ പ്രകടനങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ? ടീം തഷ്രീഫിൻ്റെ ട്രഡീഷണൽ ഒപ്പന നമ്മുടെ കണ്ണെന്ന് മായാത്ത ഒരു പ്രൗഡായിട്ടുള്ളൊരു നിമിഷമായിരുന്നു. അതിമനോഹരം. പിന്നെ ആ ഒരു പെർഫോമൻസ് വെടിക്കെട്ട്, പിന്നെ അവിടുന്ന് 1-2 പിന്നെ ബാക്കിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഒരു ഭയങ്കരമായിട്ട് ഉഴപ്പ് വന്നു. ടീമിൽ ചെറിയ വേരിയേഷൻ വന്നു. പിന്നെ ഭയങ്കര സ്പിരിറ്റിൽ വന്നതായിരുന്നു. ആ സ്പിരിറ്റ് ഡൗൺ ആവാൻ എന്താ മോനെ റീസൺ? ഒന്നാമത് ഞങ്ങൾ ഒക്കെ ഒരേ ഏജുകാരാണ്. അതേമാതിരി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ കോഴിക്കോടത്തെ സിംഗേഴ്സ്. നമ്മൾ മലപ്പുറത്ത് കൂട്ടുകാരെ സ്കൂളിൽ പഠിക്കുന്ന 2 ചെക്കന്മാരുണ്ട്. ഞങ്ങൾ ടീമിലുണ്ടായതാണ്. പോലിക്ക് എക്സാമും കാര്യങ്ങളും. ഇപ്പോൾ ഞങ്ങളൊപ്പം അന്ന് 5 കൊല്ലം 6 കൊല്ലമൊക്കെ വട്ടപ്പാട്ട് സ്റ്റേറ്റ് കളിച്ച ആൾക്കാരാണ്. പെട്ടെന്ന് ഓലൻ മാറുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് മാറില്ലേ, അതിലുള്ളൊരു സങ്കടം അത് ആ ടീം മൊത്തം ബാധിച്ച്. അരീജേ, ഇനി ഞാൻ പറയട്ടെ. Aris, don't be disappointed. Team Tashrif is out. അപ്പോൾ ഇനി ഉള്ള മൈലാഞ്ചി മുഞ്ചിൻ്റെ തുടർന്നുള്ള യാത്രയിൽ ടീം തഷ്രീഫ് നമ്മോട് കൂടെ ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മുടെ 12 പേരിൽ 3 പേരാണ് നിൽക്കുന്നത്. അതായത് 3 ടീമാണ്. കിരൺ ഞെട്ടിയോ? ചെറുതായിട്ട് ഞെട്ടി. കിരൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് കിരണിന്റെ ടീം, മൊഞ്ചന്മാരുടെ ടീം അല്ലേ? ടീം മൊഞ്ചൻസ്. രഹനത്ത, നമ്മുടെ ടീം മൊഞ്ചൻസ് ഈ ഫ്ലോറിൽ എങ്ങനെയായിരുന്നു പ്രകടനങ്ങൾ? എനിക്ക് ആ ഒരു ടീം ഭയങ്കര സ്പിരിറ്റാണ് അല്ലേ? എല്ലാവരും കിരൺ പറഞ്ഞു കൊടുത്ത് കേൾക്കുന്ന കുട്ടികൾ അല്ലേ? ഇനി 2 പേരും കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട്, അസ്മ ആൻഡ് ജിൻഷ. അപ്പൊ അസ്മയും ജിൻഷയും കിരണും 3 പേരും ഉണ്ട്. 3 ടീമാണ്. അപ്പോൾ ഈ 3 ടീമിൽ 2 ടീം ഇന്നാണ്, ഒരാൾ ഔട്ടാണ്. അപ്പോൾ ടീം ഇഷ്കിൽ നിന്നും ജിൻഷ. ഹബീബ് മാഷെ, നമ്മുടെ ടീം ഇഷ്കിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എപ്പോഴും നമ്മുടെ ഈ ഒരു ഫ്ലോറിൽ? കുറേ വേരിയേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ട്, അതേപോലെ തന്നെ ഡൗൺ ആവുന്നുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്തായിരുന്നു മോള്? ആക്ച്വലി ഞങ്ങളെല്ലാവരും ഒരു സ്കൂളിൽ തന്നെ പല ബാച്ചുകളായിട്ട് പഠിച്ചവരാണ്.
എല്ലാവരും തന്നെ ട്രഡീഷണൽ ഒപ്പന ഡാൻസേഴ്സാണ്. ബട്ട് അതേ ടൈമിൽ തന്നെ മറ്റുള്ള ഡാൻസും കളിക്കുന്നവരാണ്. അപ്പം എന്തോ പ്രാക്ടീസിൻ്റെ കുറവുകൊണ്ടാവണം ഞങ്ങളുടെ ട്രഡീഷണൽ വിചാരിച്ച ലെവലിലേക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാർക്ക് കുറഞ്ഞത് ഞങ്ങൾ ഗൂമർ അതർ ലാംഗ്വേജ് റൗണ്ടിലായിരുന്നു. അതിലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായി. അതുകൊണ്ടാണ് ആ ഒരു വേരിയേഷൻ ഉണ്ടായത്. ഔട്ട് ആവുകയാണെങ്കിൽ എന്ത് പറയുന്നു? ഇത് ഈ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് സ്വപ്ന തുല്യം തന്നെ ഞങ്ങൾക്ക് പറയണം. കാരണം ഒരാളും വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു ഫ്ലോറിൽ എത്തിപ്പെടാൻ പറ്റുമെന്ന്. ഇവിടെ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. ഇതിട്ടുകൊണ്ട് കളിക്കാൻ പറ്റും എന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അത് അങ്ങനെ ഒരു ചാൻസ് തന്നത് ഈ മൈലാഞ്ചി മൊഞ്ച് തന്നെയാണ്. തീർച്ചയായിട്ടും തട്ടിട്ട് പാടുന്നവരുണ്ടാവും, പക്ഷെ ഇതിട്ട് കളിക്കാനൊരു ചാൻസ്, അതിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അതിന് ഞങ്ങളെ സഹായിച്ചത് ഞങ്ങളെ കൊറിയോഗ്രാഫർ മഹേഷ് സാറും അതുപോലെ ഒരുപാട് പേരുണ്ട്. എല്ലാത്തിലും ഉപരി പടച്ചവൻ്റെ ഒരു അനുഗ്രഹം. നമ്മുടെ 12 ടീമുണ്ട് നമുക്ക് മൈലാഞ്ചി മൊഞ്ചിന്. പക്ഷേ 12 ടീമിലും ഇത്രയും ബോൾഡായിട്ട് സംസാരിച്ച ഒരു പെൺകുട്ടി വേറെ ഇല്ലായിരുന്നു. ദാറ്റ് ഈസ് ജിൻഷ. ഒത്തിരി സന്തോഷമാണ് ആ മോളുടെ ആ വർത്തമാനത്തിൽ. ഞാനത് കാരണം തട്ടമിട്ട് പാടുന്നവരുണ്ട്, പക്ഷെ തട്ടമിട്ടുകൊണ്ട് കളിക്കുന്നവരില്ല. അപ്പൊ ശരിക്കും കസവിന്റെ തട്ടമിട്ട മൊഞ്ചത്തിമാർക്ക് എന്താ പറയുക, ഇതൊരു രാശി ഫ്ലോറാണ്. ഇനി ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ അസ്മ. പറ്റി ഇഷലിന്റെ ലീഡറാണ് അസ്മ. എന്ത് പറ്റി? ടെൻഷൻ ഉണ്ട്, ഇന്നാണോ ഔട്ടാണോ അറിയാം. ഫാദർ, നമ്മുടെ അസ്മയുടെ ടീം ഇഷൽ എപ്പോഴും എങ്ങനെയായിരുന്നു ഇവിടെ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്? അസ്മയുടെ ശബ്ദം എപ്പോഴും ഈ എന്താ പറയുക, നമ്മുടെ പഴയ റംല ബീഗത്തിൻ്റെയും അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ പാടാൻ അവരെ പോലെയുള്ളവരുടെ പാട്ടുകൾക്ക് പറ്റിയ ശബ്ദമാണ്. നല്ല പവർഫുൾ വോയിസ് ആണ്. ഒത്തിരി നല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള കമൻസ് എല്ലാം തന്നെ അവരുടെ ടീമിനെ കുറിച്ച് പോസിറ്റീവ് കമൻസ് ആണ്. എന്നാലും ഞാൻ മുമ്പ് ആവർത്തിച്ചതുപോലെ തന്നെ പലരും നമ്മൾ കൊടുത്ത മാർക്കിലുള്ള വേരിയേഷൻസിൽ നിന്നൊക്കെ വന്നവരൊത്തിരി പോയിട്ടുണ്ട്. പ്രതീക്ഷയില്ലാത്തവർ അല്ലെങ്കിൽ നമ്മളൊരു പരിധി കഴിഞ്ഞുള്ളതിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ അസ്മയെ ഞാൻ നോക്കുമ്പോൾ തൊട്ട് അസ്മ ഇങ്ങനെ ഇപ്പോൾ വീഴും. ഞാൻ അൻസിബയോട് പറയാൻ പറ്റുന്നത് അൻസിബയെ ഒന്ന് ചേർത്ത് പിടിച്ചോളാൻ അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ശരിക്കും അസ്മയുടെ ഒരു ലൈഫ്, അസ്മയുടെ എന്താ ഇവിടെ വന്നതിന് ശേഷവും അതിന് മുമ്പും ഉള്ള ഒരു ഇതിനെക്കുറിച്ച് അസ്മ എന്ന് പറഞ്ഞു. ഈ ഫ്ലോറിൽ വരാൻ പറ്റിയതിന് വലിയ സന്തോഷമാണ്. പിന്നെ എൻ്റെ പാട്ടിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റിയിട്ടുണ്ട്. ഇത്രയും പ്രഗത്ഭരായ ജഡ്ജസിൻ്റെ മുന്നിലൊക്കെ പാടാൻ സാധിച്ചിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ ഈ പാട്ടിൻ്റെ ഫീൽഡിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നുണ്ടല്ലേ? ഉണ്ട്. ഒരുപാട് വിഷമമുണ്ട് പറയാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരാണ് എല്ലാവരും. 2 പേര് ഇന്നാവും, ഒരാൾ ഔട്ടാവുക എന്ന് പറയുമ്പോൾ അത് വിഷമമുള്ളൊരു കാര്യമാണ്. ബട്ട് ഐ ഹാവ് ടു ഡൂ ദാറ്റ്. എനിക്കത് പറഞ്ഞേ ഒക്കൂ. ബിക്കോസ് നമ്മുടെ ഷോ ഇനി മുന്നോട്ട് പോകാനുള്ളതാണ്. പറഞ്ഞോട്ടെ അസ്മ, കിരൺ പറഞ്ഞോട്ടെ. ഇതാരും പേഴ്സണലി ഒരിക്കലും ഇതാ ഒരു ഭയങ്കര വലിയ ഒരു ഭാരമായിട്ട് എടുക്കാനൊന്നും പാടില്ല. ഇതിൽ നിന്ന് ഇപ്പോൾ ഔട്ടായി പോകുന്ന ആൾക്ക് ഇതിനേക്കാളും വലിയ ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ജിൻഷ, യു ആർ സച്ച് എ ബോൾഡ് ഗേൾ. ഇവിടെ ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ആള് എൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്, ഒരു തൊട്ട വാടിക്കുട്ടി റൈറ്റ് സൈഡിലുണ്ട്. ഞാൻ എന്താ പറയണ്ടേ? അപ്പുറത്ത് നമ്മുടെ കിരൺ ഉണ്ട്, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന, ഹാൻഡ് വാട്ട് വോൾവായിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കിരൺ ഉണ്ട്. ഞാൻ ഒരുപാട് വളച്ചു നീട്ടുന്നില്ല. ഒരാൾ ഔട്ടാണ്. അസ്മയുടെ ടീം ഇഷലാണ് ഔട്ട്. മൈലാഞ്ചി മുഞ്ചിൽ ഇനി അസ്മയുടെ ടീം ഉണ്ടാവില്ല മുന്നോട്ട്. പക്ഷെ അസ്മയ്ക്ക് അസ്മ വിചാരിച്ച പോലെ ഒരുപാട് ലൈഫിൽ മുന്നേറാൻ പറ്റട്ടെ. ഇത്രയും
അതിനേക്കാളും നല്ല പെർഫോമൻസ് തന്നെ ആയിരുന്നു കാഴ്ചവെച്ചത്. നല്ല സിംഗറാണ് അസ്മ, എല്ലാത്തിനും ഉപരി. എപ്പോഴും രഹനത്തെയും ഹബീബ് മാഷും ഒക്കെ ഒരുപാട് പറയാറുണ്ട്. ഒരുപാട് ഇഷ്ടമുള്ള ഒരു സിംഗറാണ് അസ്മ. അത് നഷ്ടപ്പെടാന്നുള്ളപ്പോൾ ഭയങ്കര വിഷമമുണ്ട്. എന്താ വെച്ചാൽ ഒരു ടീം എന്ന് പറഞ്ഞാൽ പാട്ടുകാർ മാത്രമല്ലല്ലോ, ആ ഒരു പ്രശ്നമാണ്. നമ്മള് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. അസ്മ പോവാന്നുള്ളതിൽ അഭിമാഷിക്ക് അതിയായ ദുഃഖമുണ്ട്. എനിക്കും അസ്മയോട് പറയാൻ, അസ്മ നല്ലൊരു സിംഗറായി വരട്ടെ, എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും കേട്ടോ. കൂടുതൽ പറഞ്ഞ അസ്മേനെ എനിക്കറിയാം. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട അസ്മ ഒരു പാട്ട് പാടിത്തരും അല്ലേ? പാടിത്തരില്ലേ? ചാടി നമ്പിയ സുവതിൽ മാറടാ വല്ലല്ലബി മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോരാരടാ അംബർ ഷഫിയുള്ള കാവൽ വെച്ചുള്ള സംബരമിൽ വന്ന് ചേരടാ ഖൈറുൽ ബറാനബിയ കൂടത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ വമ്പുറ്റ ഹംസാറലി അല്ല ചാടിട്ടമ്പിയ സുവതിൽ മാറടാ വല്ലല്ലബി മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോരാരടാ. വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന് ബിലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ, കുമ്പിക്ക് മാമാദം പൊട്ടിയുളമട്ടെ, കൂറിയ വാക്കിനെ കേട്ട് പിടിപ്പെട്ട് സംസാരിക സാരിക പമകാരി തിങ്കാരി മകാരിക തകും തക തിന്തിങ്കിണ ചുങ്കുങ്കൾ അങ്കുങ്കളും താളം തരികിട ജനുത തിമിതാളി കൊണ്ടാരേ വമ്പുറ്റ ഹംസാറലി അല്ല ചാടി ചെമ്പിയ സുവതിൽ മാറടാ വല്ലല്ലബി മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോരാരടാ. അസ്മ എന്താണെന്ന് നമ്മളാരും പറയേണ്ട ആവശ്യമില്ല, ഒരാവശ്യമില്ല. അസ്മന്റെ വോയിസിലുണ്ട്. യു ആർ സച്ച് എ വണ്ടർഫുൾ സിംഗർ. അസ്മയ്ക്ക് ഒരുപാട് 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 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവട്ടെ. അസ്മയ്ക്ക് ലൈഫിൽ അസ്മ വിചാരിച്ച രീതിയിലൊക്കെ എത്തിപ്പെടട്ടെ. ഈ പ്രോഗ്രാമിൽ കയറിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പേരെടുത്ത് പറയാൻ പറ്റാത്തത്ര സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ആറ് ടീമുകളാണ് മൈലാഞ്ചി മുഞ്ചിൽ അടുത്ത ഘട്ടത്തിലേക്ക് ഇന്നായിരിക്കുന്നത്. ഈ 6 പേരുടെ ഗംഭീര പെർഫോമൻസ് നമുക്ക് ഗ്രാൻഡ് ഫിനാലയിൽ കാണാം. അതുവരേക്കും കീപ് വാച്ചിങ്. ദിസ് ഈസ് വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മുഞ്ച്.